ഫ്ലെക്സ് ഇവിടെ ഇരിക്കുന്നോണ്ട് ആർക്കാ കുഴപ്പം? എനിക്ക് ഈ ഫംഗ്ഷന് ആളുകളെ വിളിച്ചു കൂട്ടി നടത്തുന്ന എനിക്ക്. അതെ, എന്റെ അനുജത്തിന്റെ വിവാഹത്തിന് അവക്ക് ആശംസ അർപ്പിച്ചുകൊണ്ടുള്ള ഒരു ബോർഡ് വെക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലേ? കൊള്ളാം, അടിപൊളി. എന്തു പറ്റി പത്മ? എന്താടാ സംഭവം? ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ അഭിനയിക്കല്ലേ. ഇവ എന്ത് ചെയ്യുന്നതിന് മുമ്പും അത് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളോടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങളുടെയും കൂടെ തീരുമാനമല്ലേ ഈ ബോർഡ് ഇവിടെ ഇരിക്കുന്നത്? സത്യത്തിൽ ഞാൻ ഈ ബോർഡ് ഇപ്പോഴാ കാണുന്നത് പത്മ. അതവിടെ ഇരുന്നോട്ടെ. അന്ന് താൻ ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തിനാ? മനസ്സിലായി. ഈ ഫംഗ്ഷന് വരുന്നവരും മുഴുവൻ പത്മ ഇൻഡസ്ട്രിയിലെ CEO ആണ് ആ ജോലിക്കാരി എന്ന് അറിയണം. അവളെ പ്രൊമോട്ട് ചെയ്യുന്നതാണല്ലോ നിങ്ങളുടെ തൊഴിലും. എന്നിട്ട് ഇനി എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? ഈ ഓഡിറ്റോറിയത്തിന്റെ അകത്ത് സ്വന്തം മകളുടെ വിവാഹ നിശ്ചയം നടക്കുമ്പോ ആ വേലക്കാരിയെ എല്ലാവരുടെ മുമ്പിൽ പ്രതിഷ്ഠിക്കാൻ എന്തൊക്കെയാ പ്ലാൻ ചെയ്തിട്ടുള്ളത്? അച്ഛനും മോനും കൂടി. താൻ എന്നെ വെറുതെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എനിക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ ഫ്ലെക്സ് ഇവിടെ നിന്നെടുത്ത് മാറ്റാതെ ഈ ഫംഗ്ഷൻ നടക്കില്ല. ഈ ഫ്ലെക്സ് ഇവിടെ നിന്നെടുത്ത് മാറ്റിയിട്ട് ഈ ഫംഗ്ഷൻ നടക്കണ്ട, അത്രേ ഉള്ളൂ. സൂര്യ, നീ വെറുതെ വാശി കാണിക്കണ്ട. ക്ഷണിച്ചു വരുത്തിയ ആളുകള് നന്ദിനിയെ കാണാനല്ല വരുന്നത്. ക്ഷണിച്ചു വരുത്തിയ ആളുകള് നന്ദിനിയെ കാണുന്നോണ്ട് എന്തെങ്കിലും പ്രശ്നമൊന്നുമില്ലല്ലോ. അതെ, ഇതേ ആളുകളാണ് എന്റെ വിവാഹത്തിനും വന്നത്. അവർക്കേ വ്യക്തമായിട്ട് അറിയാം നന്ദിനി ഞാൻ താലി കെട്ടിയ കാര്യം. പിന്നെ എന്തൊളിപ്പിക്കാനാണ് നിങ്ങൾക്ക് ശ്രമിക്കുന്നേ? സൂര്യ, നീ പോ. ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. നീ പോ. അച്ഛാ, ഞാൻ പോകാം. എനിക്കിവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ല. പക്ഷേ ഈ ഫ്ലെക്സ് ഇവിടെ തന്നെ ഉണ്ടാവും. ഇതിനെന്തെങ്കിലും സംഭവിച്ചാ ഈ ഫംഗ്ഷൻ നിർത്തിവെക്കേണ്ടി വന്നാലും ശരി, ഈ ഫ്ലെക്സ് ഞാൻ ഇവിടെ നടിപ്പിച്ചിരിക്കും. അതെ, നമുക്കൊന്ന് കാണാം കേട്ടാ. പത്മ, വാട്ട് ഹാപ്പൻ? എല്ലാവരും ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ഇവിടെ എന്തോ വലിയ പ്രശ്നം നടക്കുന്നു ആളുകൾ പറഞ്ഞു കേട്ടിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് ഓടി വന്നത്. പത്മ, നീ അകത്തേക്ക് വാ. പത്മ, പ്ലീസ് കൺട്രോൾ. നമ്മൾ വിളിച്ചു വരുത്തിയ ആളുകളാ. അവരുടെ മുമ്പിൽ നമ്മുടെ അഭിമാനം നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. ജയിച്ചു എന്ന് നീ കരുതണ്ട. ഒരമ്മ എന്ന നിലയ്ക്ക് ഇന്നത്തെ ദിവസം എനിക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കേണ്ടി വന്നേക്കാം. പക്ഷേ അത് നിന്റെ ജയാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ഇതിന് പത്മ പകരം വീട്ടിയിരിക്കടാ. സത്യത്തില് ഇപ്പൊ ഈ ഫ്ലെക്സ് കാത്തു സൂക്ഷിക്കുന്നത് പത്മമേടം തന്നെയാണ്. ഇതിനെന്തെങ്കിലും സംഭവിച്ചാ പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങള് എനിക്ക് തന്നെ നിശ്ചയമില്ലാത്ത കാര്യങ്ങളാ. ചെയ്യൂന്ന് പറഞ്ഞാ ഞാൻ ചെയ്യൂന്നറിയാലോ. പത്മ, താനൊന്ന് ഇങ്ങോട്ട് വന്നേ. അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. വാ വാ വാ. നിനക്കിതൊക്കെ എങ്ങനെ സാധിക്കുന്നടാ? ചേച്ചി അകത്തേക്ക് പോയിക്കോ. അമ്മയുടെ ചെവിയിൽ എന്തെങ്കിലും ഏഷനുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. പോ. അതെ, നമ്മൾ തമ്മിൽ തൽക്കാലം ഒരംഗം വേണ്ട. പോ 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 ചെല്ലു പോ. ഈ സാധനത്തിനെ കൂടെ വിളിച്ചോ. ഓടില്ലേ? അത് നന്നായി അളിയ. പെങ്ങളായാലും ശരി ഭാര്യയായാലും ശരി ഒരു കൊട്ടു കൊടുക്കേണ്ട സമയത്ത് അത് കൊടുത്തിരിക്കണം. ശരി അളിയ. പിന്നെ
അകത്താരെങ്കിലും ഈ ഫ്ലെക്സ് എടുത്ത് തോട്ടിലെറിയുന്ന കാര്യം പറഞ്ഞ് അളിയൻ അതിലെങ്ങാനും കൈ വെച്ച ഈ കൈ കൊണ്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും അളിയൻ ഭക്ഷണം കഴിക്കില്ല. മനസ്സിലായോ? ഞാനിത് വെട്ടൂന്ന് പറഞ്ഞാ വെട്ടിയിരിക്കും. ഈ കയ്യെ ആളിയും വിട്ടില്ല. എന്നെ കൊന്നാലും ഞാൻ ആ ഫ്ലക്സ് എടുക്കൂല. എടുത്താലല്ലേ കൈ വെട്ടാൻ പറ്റൂ. എങ്കിൽ കൊള്ളാം. ആന്റി, നമുക്കേ അങ്ങോട്ട് നിൽക്കാം. പോ. പത്മ, ഞാൻ സൂര്യയോട് സംസാരിക്കാം. പക്ഷേ ആ ഫ്ലെക്സ് അവിടുന്ന് മാറ്റുന്നില്ല എന്ന് സൂര്യ തീരുമാനിച്ചാൽ കൂടുതൽ ബഹളം വെക്കാതിരിക്കുന്നതാ നല്ലത്. എന്ന് പറഞ്ഞ അവനും ആ വേലക്കാരി പെണ്ണും ജയിക്കണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചേ? തനിക്ക് ഈ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കണോ വേണ്ടയോ? അതാ എന്റെ ചോദ്യം. നാണയില്ലേ നിങ്ങൾക്ക്? സ്വന്തം മകളുടെ വിവാഹ നിശ്ചയം അതാ നന്നായി നടക്കണോ വേണ്ടേന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്. ഇതിനേക്കാൾ കൂടിയത് എന്തെങ്കിലും ഒരു അച്ഛൻ ചെയ്യാനുണ്ടോ? പത്മ, വാശിക്ക് എന്തെങ്കിലും പറഞ്ഞ് എന്നെ തോൽപ്പിക്കാൻ വളരെ ഈസിയാ. പക്ഷേ ഇതേ വാശി സൂര്യോടാവുമ്പോ അതിങ്ങനെയൊന്നും ആവില്ല അവസാനിക്കുക. അവനും അവളും ഈ ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് എനിക്ക് ഒരു നിർബന്ധവും ഇല്ല. അവരില്ലെങ്കിലും ഈ ഫംഗ്ഷൻ എനിക്ക് നടത്താൻ അറിയാം. പത്മ, നിന്റെ ഭാഗത്ത് എടുത്തിയാട്ടങ്ങൾ ഇല്ലാതില്ല. ഏട്ടൻ എന്താ ഈ പറയുന്നേ? കാര്യങ്ങൾ പക്വതയോടെ കൈകാര്യം ചെയ്യാനാണ് നീ ആദ്യം പഠിക്കേണ്ടത്. സൂര്യ ചെയ്യുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ, അത് നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി മാത്രമാണെന്ന് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അപ്പൊ നീ എന്താ ചെയ്യേണ്ടത്? അവൻ നിന്നെ പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അതിൽ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് കൂളായിട്ട് നിൽക്കുകയല്ലേ വേണ്ടത്. ഇനി ഒരു പ്രശ്നം വരുമ്പോ നീ അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്. പ്രതികരണമില്ലാത്ത നിന്നെ പ്രകോപിപ്പിക്കാൻ അവൻ പിന്നെ ശ്രമിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? മമ്മി, അങ്കിള് പറഞ്ഞതിലും കാര്യമുണ്ട്. അവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മമ്മി ശ്രദ്ധിക്കാതിരുന്നാ പോരെ? പിന്നെ അവൻ എന്ത് ചെയ്യാൻ പറ്റും? പത്മ, ഇതിപ്പോ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ പത്മ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. നിങ്ങൾ വിളിച്ചുകൂട്ടിയ ജനക്കൂട്ടത്തിന് മുമ്പിൽ വെച്ച് കെട്ടാനെടുത്തൊരു താലി മറ്റൊരു പെണ്ണിന്റെ കഴുത്തിൽ കൊണ്ടുപോയി ഇട്ടവനാണ് സൂര്യ. എന്ത് സംഭവിച്ചാലും സൂര്യക്കൊരു നാണക്കേടിന്റെ പ്രശ്നം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പത്മ, ഞാൻ ഈ പറഞ്ഞ മാർഗം നിനക്കൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പറ്റുമോ? ഈ ഫംഗ്ഷൻ കൂളായിട്ട് നടക്കുന്നത് ഞാൻ കാണിച്ചു തരാം. പത്മ, ആദ്യം ഈ ഫംഗ്ഷൻ മാന്യമായിട്ടൊന്ന് അവസാനിക്കട്ടെ.